പച്ചമാങ്ങ വെച്ച് ഇത്രയും രുചിയും റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റാണ്. മെയിനായിട്ട് പച്ചമാങ്ങ മാത്രം വെച്ച് തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ്. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ അക്ബർ. വെൽക്കം ടു രുചി ലാബ്. പച്ചമാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സമയമാണത്. അതുപോലെ തന്നെ ഈ ചൂടിന് പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഒട്ടുമിക്ക പച്ചമാങ്ങയുടെ തൊലിക്കും ചെറുതായിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് സാധാരണ തൊലി കളഞ്ഞിട്ടാണ് പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കാറുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള മാങ്ങയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ തൊലി കളയുന്നില്ല. നിങ്ങൾ തൊലി കളയുന്നതാണ് ഏറ്റവും നല്ലത്. 2 കപ്പ് ജ്യൂസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ സൈസ് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് 200 ഗ്രാം ഉണ്ട്. മീഡിയം സൈസ് ആണെങ്കിൽ ഒന്നെടുക്കുക. മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അധികം പുളിയില്ലാത്ത ഇതുപോലൊരു ലൈറ്റ് യെല്ലോ കളറുള്ള ചെറുതായിട്ടൊന്ന് ചനച്ച മാങ്ങയാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളെടുക്കുന്ന മാങ്ങയുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. പുളിയുള്ള മാങ്ങയാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ടി വരും. ഇതിലേക്ക് ഇനി നല്ലൊരു കളറിനും അതുപോലെ തന്നെ ഫ്ലേവറിനും വേണ്ടിയിട്ട് 3 പുതിനയില ചേർത്ത് കൊടുക്കാം. ഇത് കൂടുതൽ ചേർക്കരുത്. ഇനി 1/4 ടീസ്പൂൺ മാത്രം ഉപ്പും 1/2 കപ്പ് നല്ല തണുത്ത വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് കൂടി നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് അടിച്ചെടുക്കുക. വെള്ളം ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ചു കൊടുത്താൽ ശരിക്കും അടിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനി ഇതിലേക്ക് ചെറിയൊരു എരിവിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് വളരെ ചെറിയ കഷ്ണം മുളക് സ്ലൈസ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതുപോലെ മുളകിൻ്റെ 4/1 ഭാഗം മാത്രം ചേർത്താൽ മതി. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ എരിവ് കൂടിപ്പോവും. ഇത് ഓപ്ഷനിലാണ്. ചെറുതായിട്ടൊരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. മാങ്ങയുടെ തൊലി ചേർത്തിട്ടില്ലെങ്കിലും കൂടി ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1-2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. വളരെ ചിലവ് കുറഞ്ഞ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സമ്മർ ഡ്രിങ്കാണ്. ഇതുപോലുള്ള ഫ്ലോപ്പ് ആവാത്ത ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള കൂൾ ഡ്രിങ്ക്സിൻ്റെ വീഡിയോസാണിത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.